ജയ, പുരുഷന്റെ മോനെ കൊണ്ട് കെട്ടിക്കാൻ അവർക്ക് സമ്മതമാണ്. നമുക്കൊന്ന് ആലോചിച്ച്. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലേക്കൊന്നും അഞ്ചിനെ പറഞ്ഞു വിടാൻ പറ്റില്ല. പൊട്ടനെ പോലത്തെ ഒരു മോനും എനിക്കറിയാൻ തയ്യേണ്ടത്. ആർക്കാ അവിടെ അത്യാവശ്യം? ഞാൻ അന്നേരം പറഞ്ഞല്ലേ, എനിക്കൊരു താല്പര്യം തോന്നിയില്ല. ഒരുമാതിരി മേനകെട്ട സ്വഭാവമാ പുരുഷന്റെ. അയാളുടെ കുണുങ്ങിയുള്ള നടത്തവും ആ നോട്ടവും ഭാവവും അല്ലേ. ഒന്ന് പുറത്ത്. ഇങ്ങനെയൊക്കെ ആകുമെന്ന് വിചാരിച്ചിട്ടല്ല ഓരോ കാര്യങ്ങൾ ചെയ്തത്. നിന്റെ ഇഷ്ടം പോലും അന്വേഷിക്കാതെ ഇത് തീരുമാനിച്ചത്. ഒരു നല്ല ജീവിതം നിനക്ക് ഉണ്ടാകുമെന്ന് ഓർത്ത്. എനിക്ക് അമ്മും നീയും തമ്മിൽ ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മാമനൊരു കാര്യം ചെയ്യാൻ പോവുക. എല്ലാവരും എന്നെയാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത്. അതുകൂടെ പക്ഷേ മോള് മാമൻ്റെ കൂടെ നിൽക്കണം. നമ്മുടെ റിജിയെ ഞാൻ മോക്ക് വേണ്ടി ആലോചിക്കുകയാണ്. അവൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഞാനിത് നടത്തും. അതെ കിരൺ, ഒരു കാര്യമുണ്ട്. അതെ, ഒരു പ്രശ്നമുണ്ടോ? ഒന്ന് സംസാരിക്കണം. സാറേ, ഇവിടെ അതിനേക്കാളും വലിയൊരു പ്രശ്നമുണ്ട്. ഞാൻ അതൊന്ന് തീർക്കട്ടെ. അതെ, നിങ്ങളുടെ പ്രശ്നം നിങ്ങൾ തീർത്തോ. ഞാൻ എന്റെ പ്രശ്നം തീർത്തിട്ട് ഇന്ന് പോകുന്നുള്ളൂ. ഞാൻ ഇവിടെ നിൽക്കാം. എന്നാ സാറേ തലയ്ക്ക് തന്നെ പറ്റിയേ? നീ ആരാ? ഞാൻ ഇവിടുത്തെ അഞ്ജുവിന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. എന്നാലേ എന്റെ വീട്ടിൽ രാവിലെ വന്നൊരുത്തൻ കയറി ഭാര്യയെ പിടിക്കാൻ വന്നതാ. ചേച്ചിനെ ഞാൻ നല്ല ശ്രദ്ധിച്ചായിരുന്നു. വെളുത്തിട്ട് നല്ല. ഓ, ശ്രദ്ധിച്ചായിരുന്നല്ലേ? നമുക്കൊരു തീരുമാനമൊക്കെ. സാറോ വന്നോളൂ. അങ്ങളെ അങ്ങളെ വരാ. എന്നാത്തിനാ? അത്യാവശ്യമായിരുന്നു. എന്നാ അത്യാവശ്യം? പ്ലീസ് ആൻറ്റി, ഒന്ന് അങ്ങനെ എടുത്ത് വരാൻ പറ. ആൻറ്റി വാ മനുഷ്യ, കൊച്ചൻ വിളിക്കുന്നില്ല. അളിയ ഒന്ന് സാധനമുണ്ട്. കൊച്ചനെ അത് എങ്ങോട്ടാന്ന് പറഞ്ഞില്ല. അവിടെ ഒരാൾ കാണാൻ വന്നത്. പഴയ ബന്ധുക്കാരും ആണോ? നിങ്ങളെല്ലാവരും ഇനി വേറെ വല്ല ആലോചനയ്ക്ക് കൊണ്ടുപോകണം നടക്കില്ല. എന്റെ മോനായിട്ട് ഫിക്സ് ആയി. അതുകൊണ്ടാ അത്യാവശ്യമായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യണം. ആണോ? അതാരാ? എല്ലാവരും അതെ. അയ്യോ, ഇതെന്നാ പറ്റി? ആരാ തലക്കടിച്ചത്? സൂര്യ കണ്ടില്ല കല്യാണത്തിന്. അതെ, സാറിന്റെ വീട്ടിൽ നിന്ന് രാവിലെ ആരോ ചേച്ചിനെ കയറി പിടിക്കാനായിട്ട് വന്നായിരുന്നു. സാറിന്റെ തലക്കിട്ടടിച്ച് ഇറങ്ങി ഓടിക്കൊണ്ട് ആരാന്ന് കണ്ടില്ല. നിക്ക്, ഞാൻ പറയാം. ആളെ കണ്ടില്ലെങ്കിലും ദൈവമുണ്ടല്ലോ, തൊണ്ടി മുതൽ കിട്ടിയിട്ടുണ്ട്. കണ്ടാലറിയാം ഏതോ ഫോറിൻകാരന്റെ. ഇതെന്റെ കാണാതെ പോയ ലില്ലിപ്പൂക്കളുള്ള നമ്മൾ എമിറേറ്റ്സ് മാളിൽ നിന്ന്. തീരുമാനമായല്ലോ. നാണില്ല കളവാ ചേറ്റവാക്കാരനെ. തന്റെ കല്യാണാലോചന വേണ്ട, ഒരു കോപം വേണ്ട. പിന്നെ പോകാൻ നേരത്ത് തന്റെ ചെറുക്കനെ കൂടെ കൊണ്ടുപോയിക്കണം. എന്റെ അല്ലേ മോൻ. അത് വൃത്തിയേട്ട മനുഷ്യൻ. എല്ലാ കാക്കയും കൊത്തിക്കൊണ്ടിട്ടതായിരിക്കും.